ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ കൂട്ടുകാരെ, ഞാനിന്ന് നിങ്ങളുടെ മുമ്പിൽ പങ്കുവയ്ക്കുന്നത് കഴിഞ്ഞ ചൊവ്വാഴ്ച പ്രാർത്ഥനാ കൂട്ടായ്മയിലുണ്ടായ ഒരു വിചിത്രമായ ശുദ്ധീകരണ അനുഭവമാണ്. പ്രിയ കൂട്ടുകാരെ, ഞാൻ ഈ ശുദ്ധീകരണ അനുഭവം പങ്കുവയ്ക്കുമ്പോൾ ഞാൻ പോലും അതിശയിച്ചു, ഇങ്ങനെയൊക്കെ കാര്യങ്ങളുണ്ടാകുമോ എന്ന്. കഴിഞ്ഞ ചൊവ്വാഴ്ച പ്രാർത്ഥന കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് പേര് ഇങ്ങനെ ഒരുമിച്ചിരുന്ന് കാര്യങ്ങൾ പങ്കുവെക്കുകയായിരുന്നു. സാധാരണ അങ്ങനെ ചെയ്യുന്നതല്ല. കഴിഞ്ഞ ചൊവ്വാഴ്ച പ്രാർത്ഥനയ്ക്ക് ഇരിക്കുമ്പോൾ തന്നെ ശുദ്ധീകരാത്മാക്കൾ വന്നു തുടങ്ങി. ഞങ്ങൾ പ്രാർത്ഥന കഴിയുമ്പോഴാണ് ജെർത്രൂദിൻ്റെ പ്രാർത്ഥന 1 മണിക്കൂറോ അരമണിക്കൂറോ സമയം ചൊല്ലിയിട്ട് അവർക്ക് വേണ്ടി കാഴ്ചവെക്കുക. ഈ കഴിഞ്ഞ ചൊവ്വാഴ്ച ഞങ്ങൾ പ്രാർത്ഥന തുടങ്ങുമ്പോഴേക്കും 1-2 ആത്മാക്കളെ ഈശോ എനിക്ക് കാണിച്ചു തന്നു. ഞാൻ അപ്പം തന്നെ അവരുടെ പേര് എഴുതി വെച്ചു. ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, ഈ ആത്മാക്കളെ കാണുമ്പോൾ കൃത്യമായിട്ട് കാണില്ല, ഏതെങ്കിലുമൊക്കെ അടയാളമാണ് തരിക, അല്ലെങ്കിൽ പേരാണ് മെയിനായിട്ട് എന്നോട് പറയുക. അപ്പം ഞാൻ വന്ന ആളുകളുടെ പേര് എഴുതി വയ്ക്കും. ഒട്ടുമിക്കവാറും അവിടെ വന്നിരിക്കുന്നവരുടെ ബന്ധത്തിലുള്ള ആത്മാക്കളായിരിക്കും വരിക. ആദ്യമൊക്കെ ഞാനിത് ചോദിച്ച് ഇങ്ങനെ ഉണ്ടോ അങ്ങനെയുണ്ടോ ചോദിക്കാറ്. പിന്നീട് ഈശോ എന്നോട് പറഞ്ഞു, ഇവിടെ വന്നിരിക്കുന്നവരിൽ ചിലർക്ക് ഈ പേരുകൾ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വരുമ്പോൾ ഇത് വെറുതെ ഇങ്ങനെ ഓരോ പേരുകൾ പറയുന്നതല്ലേ എന്നൊരു ചിന്ത. അതുകൊണ്ട് ഡയറി എടുത്ത് എഴുതി വെക്കുക, എന്നിട്ട് ആരുടെ ആളുകളാണിതെന്ന് തിരിച്ചറിയുക, ഇവിടെ വരുന്ന ആത്മാക്കൾക്ക് വേണ്ടി നിങ്ങൾ കുർബാന അർപ്പിക്കുക, അതിനാണ് ഈ ആത്മാക്കളെ കാണിച്ചു തരുന്നത് എന്ന് വ്യക്തമായി എന്നോട് പറഞ്ഞു. വെറുതെ പറഞ്ഞ് ഇന്നത് കണ്ടു എന്ന് പറഞ്ഞ് പോവുകയല്ല. ഈശോയുടെ തിരുരക്തമാണ് ജീവിച്ചിരിക്കുന്നവർക്കും മരിച്ചവർക്കും ഒരുപോലെ ആവശ്യമുള്ളത്. അതുകൊണ്ട് ഈശോയുടെ തിരുരക്തം അവർക്ക് കിട്ടാൻ പരിശുദ്ധ കുർബാന എന്ന ഒരേയൊരു മാർഗമേ ഉള്ളൂ. അത് നമ്മൾ കരുണ തോന്നി അവർക്ക് വേണ്ടി അർപ്പിക്കണം, അവരുടെ പേര് പറഞ്ഞ്. അപ്പോഴാണ് അവർക്ക് ആശ്വാസം കിട്ടുള്ളൂ. നമ്മളിവിടെ ഒരുമിച്ച് കൂടി ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട് എന്നറിഞ്ഞിട്ട് ശുദ്ധീകരണ സ്ഥലത്ത് നിന്നും എവിടെയോ ഒരു ബലിയിലേക്ക് യേശുവിൻ്റെ അനുവാദപ്രകാരം ഇറങ്ങി വന്ന ആത്മാക്കളുടെ ഒരു ദർശനമാണ് ഇവിടെ കൂടിയിരിക്കുന്നവരുടെ ആത്മാക്കൾ എനിക്ക് ഈശോ എനിക്ക് കാണിച്ചു തരുന്നത്. അതുകൊണ്ട് ഞാൻ ആത്മാക്കളുടെ പേര് ഉടനടി മറക്കാതിരിക്കാൻ ഡയറിയിൽ എഴുതി വയ്ക്കും. അത് ഏത് ആളുകളുടെ അടുത്താണ് അവർ നിൽക്കുന്നത് അതും ഞാൻ കറക്റ്റ് ചെയ്ത് എഴുതി വയ്ക്കും. അപ്പോൾ ഒരു ക്ലാരിഫിക്കേഷൻ ആയല്ലോ എന്ന്. അങ്ങനെ ഈ ആത്മാക്കളെ കുറിച്ച് അറിയണമെന്ന് അവരുടെ ആരെങ്കിലും കണ്ടോ എന്നൊക്കെ അറിയാനാണ് അവരിവിടെ ഇരിക്കുന്നത്. അങ്ങനെയുള്ള ആവശ്യമുള്ള ആളുകളെ മാത്രമേ പിന്നെ ഇരുത്തുള്ളൂ. പ്രാർത്ഥന കഴിഞ്ഞാൽ ബാക്കിയുള്ളവരൊക്കെ പോകും. അങ്ങനെ പുതുതായി വന്ന കുറച്ച് പേരും കുറച്ച് പഴയ ആളുകളും ഒക്കെ കൂടി കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ പ്രാർത്ഥന കഴിഞ്ഞ് ഇരിക്കുകയായിരുന്നു. പ്രാർത്ഥന കഴിഞ്ഞ് ഞാൻ ക്ഷീണിക്കും. അപ്പം ഞാൻ എന്തെങ്കിലും വെള്ളം കഴിച്ച് വരുന്നവരവരുടെ വെയിറ്റ് ചെയ്യും. ഞാൻ ആദ്യം പ്രാർത്ഥന തുടങ്ങിയപ്പോൾ എൻ്റെ അടുത്ത് ഒരു ചെറുപ്പക്കാരനായിട്ടുള്ള ആളാണെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ ഈ ആത്മാവിൻ്റെ ഫുൾ പേരും കഥകളും പറയില്ല, അവരുടെ വീട്ടിൽ കഥകളൊന്നും പറയില്ല. ഞാൻ ഒരു പേര് മാത്രം പറയാം. റോയ് എന്നാണ് ആ പേര് എന്നോട് പറഞ്ഞത്. റോയ് എന്നാണ് പേര്. ചെറുപ്പക്കാരനാണ് എന്നെനിക്ക് മനസ്സിലായി. അത് മുഖം കണ്ടിട്ടില്ല, പാൻറ്റും ഷർട്ടും ഇടുന്ന ഒരു ഇത് കണ്ടിട്ട് പറയാണ് ഞാൻ റോയ് ആണെന്ന്. അപ്പോൾ ഈ പറഞ്ഞു വരുന്ന ആളുകളൊക്കെ കുർബാന കിട്ടാനാണ് പറയുന്നത്. അല്ലെങ്കിൽ അവരുടെ ആരെങ്കിലും ഇവിടെ വന്നിരിക്കുന്നുണ്ടെങ്കിൽ അവർക്കൊരു ബോധ്യം കൊടുക്കാൻ, അതായത് ഞങ്ങളങ്ങനെ മരിച്ചു പോയിട്ട് നിങ്ങളെ അറിയാതെ ഒന്നിരിക്കുന്നില്ല, ഞങ്ങളും നിങ്ങളുമൊക്കെ ഒരിക്കൽ കണ്ടുമുട്ടും, ഞങ്ങളെല്ലാം അറിയുന്നുണ്ട്, വിഷമിക്കണ്ട, ഈ ലോകജീവിതം നശ്വരാണ്, നിങ്ങളും അങ്ങോട്ട് വരും, അതുവരെ ഞങ്ങൾക്ക് പ്രാർത്ഥിച്ചാൽ മതി, ഈ ഒരു ബോധ്യം കൊടുക്കാനാണ് അവരിവിടെ വരുന്നത്. പലർക്കും പല സംശയങ്ങളായിട്ടായിരിക്കും വരിക. എല്ലാ സംശയങ്ങളും എനിക്ക് തീർത്തു കൊടുക്കാൻ പറ്റില്ല. ഇവിടെ വരുന്ന എല്ലാവരുടെയും ആത്മാക്കളെ കാണാൻ പറ്റും എന്നും എനിക്കൊരു ഉറപ്പില്ല. ഈശോയുടെ കരുണയിൽ ഈശോ കാണിച്ചു തരുന്ന ആത്മാക്കളെ മാത്രമേ എനിക്ക് കാണാൻ പറ്റുള്ളൂ. അതും ദർശനമല്ല, ആത്മീയ കണ്ണടച്ചിരിക്കുമ്പോൾ കിട്ടുന്ന ദർശനങ്ങളാണ്.
അങ്ങനെ ഞങ്ങൾ അപ്പോൾ ഞാൻ ഈ കണ്ട ആത്മാക്കളുടെയൊക്കെ പേരുകൾ ഓരോരുത്തരുടെ അടുത്ത് വന്ന് നിൽക്കുന്നത് ഇന്ന ആളാണോ അങ്ങനെ പറഞ്ഞപ്പോൾ എല്ലാവരുടെയും ആളുകൾ തന്നെയാണ്. അപ്പോൾ അവർക്കൊക്കെ കുർബാന അർപ്പിക്കണം എന്ന് വിചാരിച്ചു. അത് പറഞ്ഞു അവരോട് ഞാൻ പറഞ്ഞു, കുർബാന അർപ്പിക്കാനാണ് നമുക്കിത് കാണിച്ചു തരുന്നത്, അല്ലാതെ വേറെ ഒന്നിനല്ല. നമ്മുടെ ജീവിതം തന്നെ കുർബാനയാണ്. അത് നമുക്കും മരിച്ചവർക്കും പാപികൾക്കും വേണ്ടി പ്രയോജനപ്പെടുത്തണം. അതുപോലെ നമ്മുടെ പ്രാർത്ഥനകളും യോഗ്യതയുള്ളതാക്കി പ്രയോജനപ്പെടുത്തണം. അപ്പം അതുകൊണ്ട് നിങ്ങൾ കുർബാന അർപ്പിക്കണം. ഇവിടെ വന്ന ആത്മാക്കൾ അത് ദാഹിച്ചിട്ടാണ്, ഈശോയുടെ തിരുരക്തമാണ് അവർക്ക് വേണ്ടത്, അത് ദാഹിച്ചിട്ടാണ് അവർ വരുന്നത്. അങ്ങനെ ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പം ഞാൻ ഈ ലീസ്റ്റ് എടുത്ത് നോക്കിയപ്പോൾ ഈ റോയ് എന്ന് പറയുന്ന ആളെ കിട്ടിയിട്ടില്ല. അപ്പം ഞാൻ ചോദിച്ചു, നിങ്ങളുടെ ആരുടെയെങ്കിലും ഉണ്ടോ റോയ് എന്ന് പറഞ്ഞ ആളുകൾ? അപ്പോൾ അവർ പറഞ്ഞു ഇല്ല. അപ്പം ഞാൻ കിട്ടും, എങ്ങനെയെങ്കിലും ഈ ആത്മാവിനെ കിട്ടും. അങ്ങനെയാണല്ലോ ഒരു ചാക്കപ്പനെ എൻ്റെതായ വഴിയിലുള്ള ഒരു ചാക്കപ്പനെ കിട്ടിയത്. അതുകൊണ്ട് ഇതെങ്ങനെയും നമുക്ക് തിരിച്ചറിവ് കിട്ടും. ചിലപ്പോൾ ഇവിടുന്ന് പോയവരുടെ ആയിരിക്കും, അവർ പ്രാർത്ഥന കഴിഞ്ഞ് പോയല്ലോ, എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം എന്ന് പറഞ്ഞ് ഞങ്ങൾ പിന്നെ കുറേ കാര്യങ്ങൾ ചർച്ച ചെയ്യണം. അങ്ങനെ ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിലൊരു സഹോദരി വളരെ വിഷമിച്ചിരിക്കുന്നത് കണ്ടു. ഒരു വൈറ്റ് ഡിസൈനുള്ള ചുരിദാറാണ് ഇട്ടിരിക്കുന്നത്. അപ്പം ഞാൻ ചോദിച്ചു, ഇദ്ദേഹം എന്താ മിണ്ടാതിരിക്കണേ എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, അവരെ കൊണ്ടുവന്ന അവരുടെ സഹോദരി അവർ പറഞ്ഞു, ഇവരുടെ മകൻ മരിച്ചു. ഞാൻ അവരുടെ സ്ഥലപ്പേരോ അവരുടെ പേരോ ഒന്നും പറയുന്നില്ല കേട്ടോ. ഇവരുടെ മകൻ പെട്ടെന്ന് മരിച്ചു, കുറച്ച് മാസങ്ങളെ ആയിട്ടുള്ളൂ. അപ്പോൾ ഞാൻ ചോദിച്ചു, അതെ എങ്ങനെ മരിച്ചു? ഷിപ്പിൽ വെച്ച് കുഴഞ്ഞു വീണാണ് മരിക്കുന്നത്. ആ മരണത്തിനോടനുബന്ധിച്ച് കുറേ അത്ഭുതങ്ങൾ ഉണ്ടായിട്ടുണ്ട് അവർക്ക്. അങ്ങനെ നല്ലൊരു മകൻ. അപ്പോൾ ഞാനത് കേട്ടപ്പോൾ പറഞ്ഞു, നല്ല പൂക്കളൊന്നും ഇവിടെ നിർത്തില്ല, അവരൊന്നും ഭൂമിയിൽ നിൽക്കാനായിട്ടുള്ള ഈ അശുദ്ധി നിറഞ്ഞ ഭൂമിയിൽ അവരെ നിർത്തില്ല, അതുകൊണ്ടാണ് നല്ലവരെയൊക്കെ കൊണ്ടുപോകണേ, നമുക്ക് വേണ്ടി അവർ പ്രാർത്ഥിക്കും. അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ഈശോ എന്നോട് പറഞ്ഞു, നീ മോൻ്റെ അവരുടെ പേര് ചോദിക്കാൻ പറഞ്ഞു. പ്രിയ കൂട്ടുകാരെ, ഞാൻ അവരോട് ചോദിച്ചു, മരിച്ച മകൻ്റെ പേരെന്താ എന്ന് ചോദിച്ചു. അത് ചോദിച്ച വശം അവർ പറഞ്ഞു, ഈ കുട്ടിയുടെ പേര്, അവൻ്റെ അവസാനത്തെ പേരാണ് റോയ്. ആദ്യത്തെ പേര് ഞാൻ പറയുന്നില്ല, പറഞ്ഞു കഴിഞ്ഞാൽ ആ പ്രദേശത്തുള്ളവർക്കൊക്കെ അറിവ് കിട്ടിയാലോ, അതുകൊണ്ട് ഞാൻ അങ്ങനെയാണ് പേര് പറയാത്തത്. പക്ഷെ ഇത് ഞാൻ പറഞ്ഞത് ഇതുപോലെയും കർത്താവ് ഇടപെടല്ലോ എന്നാണ് ഞാൻ ഓർത്തത്. അപ്പോൾ ആദ്യത്തെ പേര് കൂട്ടിച്ചേർത്തു, ഇങ്ങനെയാണ് അവൻ്റെ പേര് എന്ന്. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ ഇത്രയും നേരമായില്ലേ ഈ റോയുടെ ആളുകൾ ആരാന്ന് ചോദിച്ചു, എന്താ നിങ്ങൾ മിണ്ടാതിരുന്നേ എന്ന് ചോദിച്ചു. അപ്പം ഈ സഹോദരി പറഞ്ഞു, അതെൻ്റെ ഭർത്താവിൻ്റെ പേരാണ്, എൻ്റെ ഭർത്താവ് മരിച്ചിട്ടില്ല, അപ്പം അതുകൊണ്ട് എനിക്ക് ആകെ ഒരു കൺഫ്യൂഷനായി, ഇതെന്താ ഇങ്ങനെ എൻ്റെ ഭർത്താവിൻ്റെ പേര്, എനിക്ക് പേടിയായി എന്ന് പറഞ്ഞു. അപ്പം ഞാനും ഓർത്ത ശരി, പക്ഷേ മകൻ്റെ പേരിൻ്റെ അവസാനത്തിൽ ഈ പേര് വന്നിട്ടുണ്ടല്ലോ റോയി. അപ്പം ഞാൻ അവരോട് പറഞ്ഞു, അതുതന്നെയാണ് പാൻറ് ഷർട്ടിട്ട് അവനെ കാണിച്ചു തന്നത്. അപ്പോൾ വലിയ അതിശയമായി അതിശയമായിട്ട് ഞങ്ങൾക്ക്. കാരണം കർത്താവ് ഇതുപോലെ കാര്യങ്ങൾ കാണിച്ചു തന്നല്ലോ എന്നോർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കാം എന്ന് വിചാരിച്ച് അങ്ങനെ അവർ പറയുമായിരുന്നു, അവരുടെ മകനെ കാണുമോ എന്നോർത്തിട്ടാണ് അവർ വരുന്നത്. ഓരോരുത്തരും അങ്ങനെയാണ് വരുന്നത്. പക്ഷെ എല്ലാവരുടെയും ആളുകൾ എനിക്ക് കാണിച്ചു തരാൻ മാത്രമുള്ള പദ്ധതി കർത്താവിന് ഉണ്ടെങ്കിലേ കാണിച്ചു തരുള്ളൂ. കർത്താവിൻ്റെ പദ്ധതിയിൽ എന്താണുള്ളത് അതാണ് എനിക്ക് കാണിച്ചു തരിക. അപ്പോൾ ഈ സഹോദരിയോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ വളരെ കൃത്യമായിട്ട് ഈശോ പറഞ്ഞു, ഈ റോയ് ഉണ്ട്, ഇവിടെ വന്നിരിക്കുന്നവരുടെയാണ്, തിരിച്ചറിയും. അപ്പം ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, ദൈവമേ ഈ ആത്മാവിനെ കൂടി തിരിച്ചറിഞ്ഞാൽ ഇന്നത്തെ പ്രാർത്ഥന കഴിഞ്ഞു, ഇത് എവിടെ പോയി ആരുടെയാണാവോ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ പേര് വെളിപ്പെട്ട് കിട്ടിയത്. പിന്നെ അവരുടെ മരിച്ചുപോയ കഥകളൊക്കെ അവർ പറഞ്ഞു. നല്ലൊരു മകൻ, പാപം ചെയ്യാതെ ഈശോയുടെ വചനങ്ങൾ മാത്രം ധ്യാനിച്ചൊക്കെ ജീവിച്ചിരുന്ന ഒരു മകനാണ് ഈ മകൻ. പെട്ടെന്ന് കുഴഞ്ഞു വീണ് ബ്രെയിൻ ഡെത്ത് സംഭവിച്ച് മരിച്ച് പോവുകയാണ് ഉണ്ടായത്. അങ്ങനെ ഞാൻ ഈ കാര്യം എൻ്റെ വീട്ടിൽ അന്ന് രാത്രി എൻ്റെ കുടുംബത്തെ ഞാനിത് പറഞ്ഞു, ഇന്ന് ഇങ്ങനെ ഒരു അത്ഭുതം ഉണ്ടായിട്ടോ. അങ്ങനെ ഇവനെ തിരിച്ചറിയാതിരിക്കുകയായിരുന്നു. അപ്പോഴാണ് അപ്പൻ്റെ പേരാണ് ഈ പേരിൻ്റെ അവസാനത്തിൽ വന്നിരിക്കുന്നത്, അതാണ് ഇങ്ങനെ പറഞ്ഞത്, അതുകൊണ്ട് കൺഫ്യൂഷനായി എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ മരുമകൾ പറഞ്ഞു, അമ്മച്ചി അവിടങ്ങളിലൊക്കെ മരുമകളുടെ ആങ്ങളെയും ഇങ്ങനെ ഷിപ്പിലാണ്. അപ്പോൾ അവൾ പറഞ്ഞു, അമ്മച്ചി അവിടെയൊക്കെ അവർ ആദ്യം സെക്കൻഡ് നെയിമിലാണ് അറിയപ്പെടുക എന്ന്, അതാണ് അവിടുത്തെ രീതി.
പ്രിയ കൂട്ടുകാരെ, ഉദാഹരണത്തിന് എൻ്റെ മകൻ്റെ പേര് മെൽവിൻ ഫ്രാൻസിസ് ആണെങ്കിൽ അകലങ്ങളിൽ പോയാൽ ആദ്യമേ തന്നെ ഫ്രാൻസിസ് എന്നാണ് വിളിക്കുക എന്ന്. എനിക്കിത് കേട്ടപ്പോൾ വളരെ സന്തോഷം, അതിശയം തോന്നി. കാരണം അവൻ ആ രണ്ടാമത്തെ പേരിലാണ് അവിടെ വിളിക്കപ്പെടുന്നത്. ഷിപ്പിലൊക്കെ ആ പേരാണ് ഇവിടെ നമുക്ക് വെളിപ്പെടുത്തി തന്നത്. ആ ശുദ്ധീകരാത്മാവ് അവൻ്റെ ആദ്യത്തെ ആ പേര്, അപ്പനമ്മ ഇട്ട പേര് അവൻ പറഞ്ഞില്ല. അതിൻ്റെ കൂടെ അപ്പന്മാരുടെ പേരുണ്ടാവുമല്ലോ, ആ പേരാണ് അവൻ പറഞ്ഞത്. അപ്പോൾ എനിക്ക് ഇതിൻ്റെ വ്യക്തത മനസ്സിലായി. ഇതുപോലെ പലതരത്തിൽ ശുദ്ധീകരാത്മാക്കൾ നമ്മുടെ അടുത്ത് വരും. എന്നിട്ട് നമ്മളോട് പ്രാർത്ഥന ചോദിക്കും. അവർ ചോദിക്കുന്ന പ്രാർത്ഥന ഇത്രയേ ഉള്ളൂ: പരിശുദ്ധ കുർബാന, അതുപോലെ നമ്മുടെ സഹനങ്ങൾ. ഞാൻ അന്ന് ഒരു വലിയ ബോധ്യം കിട്ടിയ കൂട്ടായ്മയ്ക്ക്. വലിയ ബോധ്യം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് അതിശയിപ്പിക്കുന്ന രീതിയിൽ. കാരണം ഞാൻ ഈ ആളെ അന്വേഷിച്ച് നടക്കുകയാണ്, ഈ ആത്മാവേദ കിട്ടിയില്ലല്ലോ എന്ന്. പ്രിയ കൂട്ടുകാരെ, ശുദ്ധീകരണ സ്ഥലം ഒരു യാഥാർത്ഥ്യമാണോ എന്ന് എല്ലാവർക്കും സംശയമുള്ളതായിരുന്നു പണ്ടൊക്കെ. പ്രൊട്ടസ്റ്റന്റുകാരുടെയൊക്കെ വലിയൊരു സംശയമാണിത്. 2 മക്കബായരിലെ ആ വചനമാണ് അവർക്ക് വളരെയധികം ദേഷ്യം വന്ന വചനം. കാരണം അതിൽ വ്യക്തമായിട്ട് വിശുദ്ധ ഗ്രന്ഥം തന്നെ പറയുന്നുണ്ടല്ലോ, മരിച്ചവർക്ക് വേണ്ടി കുർബാന അർപ്പിക്കണം, കുർബാനയല്ല അവർക്ക് വേണ്ടി പരിഹാര ബലി എന്നാണെന്ന് പറയുക. അങ്ങനെ ഒരു സംഭവം നമ്മൾ വായിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു വചനം നമ്മുടെ വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്ന് മാറ്റാനുള്ള നീക്കങ്ങൾ വരെ പണ്ട് നടന്നിരുന്നു എന്നാണ് പറയുന്നത്. പ്രിയ കൂട്ടുകാരെ, നമ്മുടെ കുടുംബത്തിൽ നിന്നും മരിച്ചു പോയിട്ടുള്ള ശുദ്ധീകരാത്മാക്കൾ നമ്മളെ കാത്തവിടെ ഇരിക്കുന്നുണ്ട്. അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ച് അവരെ ദൈവസന്നിധിയിലേക്ക് അവരെ കൊണ്ടുപോകുമ്പോൾ നമുക്ക് വേണ്ടി അവർ പ്രാർത്ഥിക്കും. മറ്റൊരു സത്യം, മരിച്ചു പോയവർ അങ്ങനെ പോയിട്ടില്ല, അവിടെ ഉണ്ട്. നമ്മളും അവരും കൂടിച്ചേരും. അന്തിമവിധിയിൽ അവരും നമ്മളും ഒന്നായിട്ടിരിക്കും. ശരീരം ധരിച്ച് നമ്മൾ പിതാവിനോടൊപ്പം നിത്യതയിൽ ആയിരിക്കും. നമുക്കിത് ഓർക്കാം. ശുദ്ധീകരാത്മാക്കളെ മറക്കാതിരിക്കാം. നിങ്ങളുടെ വേണ്ടപ്പെട്ടവർ, മക്കളോ ഭർത്താവോ ആരാണ്, നിങ്ങളുടെ സഹോദരങ്ങളോ അമ്മയോ ഒക്കെ മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ അധികം അവരെ ഓർത്ത് വിലപിക്കേണ്ട. കാരണം നമ്മളും അവരും വീണ്ടും കൂടിച്ചേരും. പ്രിയ സഹോദരങ്ങളെ, നമ്മൾ ഏതെങ്കിലും തരത്തിൽ പല അടയാളങ്ങളിലൂടെ ശുദ്ധീകരാത്മാക്കളെ നിങ്ങൾക്ക് ഓർമ്മപ്പെടുത്തുന്നുണ്ടെങ്കിൽ ഉടനടി അവർക്ക് വേണ്ടി പരിശുദ്ധ കുർബാന അർപ്പിച്ച് ഈശോയുടെ തിരുരക്തം ആത്മാവിൻ്റെ മേലൊഴുക്കി അവരെ എത്രയും വേഗം അവരുടെ പാപത്തിന് പരിഹാരമായിട്ട് ആ തിരുരക്തം കാഴ്ചവെച്ച് അവർ ദൈവസന്നിധിയിലേക്ക് ശുദ്ധീകരണ സ്ഥലത്തിലെ 1ാമത്തെ തട്ടിലേക്ക് കൊണ്ടുപോകാൻ സഹായിക്കണേ. നമ്മുടെ സഹായം കൊണ്ടല്ല, അത് ഈശോയുടെ ബലിയുടെ യോഗ്യതയാൽ, ഈശോയുടെ തിരുരക്തത്തിൻ്റെ യോഗ്യതയാൽ. അത് മാത്രമാണ് പിതാവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കാഴ്ച. അതുകൊണ്ടാണ് പരിശുദ്ധ കുർബാന അവർക്ക് വേണ്ടി അർപ്പിക്കണം എന്ന് പറയുന്നത്. ഒപ്പം നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന സഹനങ്ങളും നമുക്ക് ഒന്നു ചേർന്ന് പ്രാർത്ഥിക്കാം. എന്തുമാത്രം കുർബാന അവർക്ക് കൊടുക്കാം, എന്തുമാത്രം കുർബാന നമുക്ക് ഈ ലോകത്ത് പങ്കെടുക്കാം. കുർബാനയാണ് ജീവിതത്തിൻ്റെ കേന്ദ്രബിന്ദു. മരിച്ചവർക്കും ജീവിച്ചിരിക്കുന്നവർക്കും പാപികൾക്കും നീതിമാന്മാർക്കും ഒരുപോലെ ആവശ്യമുള്ളതാണ് ഈശോയുടെ തിരുരക്തം. ആ തിരുരക്തം നമുക്ക് ലഭിക്കുക പരിശുദ്ധ കുർബാനയിൽ നിന്നാണ്. അത് നിന്റെ ഇടവകപ്പള്ളിയിൽ നടക്കുന്ന പരിശുദ്ധ കുർബാനയിൽ ഒഴുകുന്ന തിരുരക്തം പ്രാർത്ഥിച്ച് കാഴ്ചവെച്ചാൽ മതി. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.